ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി വഴക്കിട്ട് പോയതിനു ശേഷം പ്രഭാവതി ദേവികയോട് സംസാരിക്കുന്നു. കാണാതായ മകന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ സങ്കടത്തെക്കുറിച്ച് പ്രഭാവതി പറയുന്നു. ചന്ദ്രോത്ത് വീട്ടിൽ വീണ ആ അമ്മയുടെ കണ്ണീരിന് മറുപടിയായി എങ്ങനെയാണ് ആ മകനെ ജീവനോടെ തിരിച്ചു കൊടുക്കുക എന്ന് പ്രഭാവതി ചോദിക്കുന്നു. തൻ്റെ സ്വന്തം മകനെയും രക്ഷിക്കണമെന്ന് പ്രഭാവതി പറയുമ്പോൾ ദേവിക സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു. കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം രജനി ഗിരിയോട് ചോദിക്കുന്നു, നമുക്ക് അരുന്ധതിയുടെ വീട്ടിൽ പോയി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ ഗിരിയേട്ടാ? അതിന് മറുപടിയായി ഗിരി പറയുന്നു, എങ്കിൽ പിന്നെ നന്ദനെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹാജരാക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ലെന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും മാറുന്നു. ദേവിക ചന്ദ്രമതിയെ കണ്ട് നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു. അലഞ്ഞുതിരിയാതെ സ്വന്തം വീട്ടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ചന്ദ്രമതിയും ശാരികയും ദേവികയോട് ആവശ്യപ്പെടുന്നു. താലി ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടും തന്നെ ആദ്യമായി സ്നേഹിക്കുകയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്ത ആളായതുകൊണ്ടും നന്ദു രക്ഷപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് ദേവിക പറയുന്നു. എന്നാൽ ഒരു ജനപ്രതിനിധി കൂടി ആയതിനാൽ നന്ദുവിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങി നൽകുമെന്നും ദേവിക വ്യക്തമാക്കുന്നു. ശാരിക കെവിനെ കണ്ട് ഋഷിയുടെ കൊലപാതകത്തിൽ നന്ദുവിൻ്റെ പങ്കിനെക്കുറിച്ച് ചോദിക്കുന്നു. തമാശയ്ക്ക് പറഞ്ഞ കാര്യം ഇത്രയും ഗൗരവമാകുമെന്ന് കരുതിയില്ലെന്ന് കെവിൻ മനസ്സിൽ ചിന്തിക്കുന്നു. നന്ദുവിന് വേറെ ആരെങ്കിലും സഹായികൾ ഉണ്ടായിരുന്നോ എന്ന് ശാരിക ചോദിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് കെവിൻ ഒഴിഞ്ഞുമാറുന്നു. കെവിൻ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും താനൊരു CID ആണെന്ന് മറക്കേണ്ടെന്നും പറഞ്ഞ് ശാരിക അവിടെ നിന്നും പോകുന്നു. ഇസബെല്ല ജീവനോടെയുള്ള ഋഷിയെ ഫോണിൽ വിളിച്ച് അരുന്ധതി ചന്ദ്രോത്ത് വീട്ടിൽ നടത്തിയ നാടകത്തിന് അഭിനന്ദനം അറിയിക്കുന്നു. ചന്ദ്രോത്ത് വീട്ടുകാർ കാരണം ഋഷിയുടെ കാമുകി കൊല്ലപ്പെട്ടതും ഋഷിക്ക് ഈ അവസ്ഥ വന്നതും ഓർമ്മിപ്പിച്ച് അവരോട് ക്ഷമിക്കരുതെന്ന് ഇസബെല്ല പറയുന്നു. താൻ ആരോടും ക്ഷമിക്കില്ലെന്നും അമ്മ ഒരിക്കലും സത്യം തുറന്നു പറയില്ലെന്നും ഋഷി ഉറപ്പു നൽകുന്നു. ഈ സമയം ഹരിവക്കീൽ കാറിൽ വരുന്നത് കണ്ട് ഋഷി ഫോൺ കട്ട് ചെയ്ത് ഒളിവിൽ മറയുന്നു. ഹരിവക്കീൽ അരുന്ധതിയുടെ വീട്ടിലെത്തി ചന്ദ്രോത്ത് വീട്ടിൽ പോയതിനെക്കുറിച്ച് ചോദിക്കുന്നു. തൻ്റെ മകൻ്റെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്നും ആരുടെയും സഹായം വേണ്ടെന്നും അരുന്ധതി പറയുന്നു. തുടർന്ന് വക്കീൽ പറയുന്നു, അരുന്ധതി, നീ ഇനി മോനു വേണ്ടി കാത്തു നിൽക്കേണ്ട. ചന്ദ്രോത്ത് വീട്ടിൽ നന്ദൻ ഋഷിയെ കൊന്നുകളഞ്ഞു. ഋഷി മുകളിൽ നിന്ന് ഇത് കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് അരുന്ധതി ശരിക്കും ഞെട്ടുന്നില്ല. പകരം ഞെട്ടിയതുപോലെ അഭിനയിക്കുകയാണെന്ന് ചെയ്യുന്നത്. ഈ ഭാവമാറ്റം ഹരിവക്കീൽ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രഭാവതി നന്ദന്റെ റൂമിലെത്തി സംസാരിക്കുന്നു. നന്ദൻ ഒറ്റയ്ക്ക് ശിക്ഷ ഏറ്റുവാങ്ങരുതെന്നും ഇസബെല്ലയുടെയും കെവിൻ്റെയും പേരുകൾ അങ്കിളിനോട് പറഞ്ഞുകൂടെയെന്നും പ്രഭാവതി ചോദിക്കുന്നു. എന്നാൽ കൂടെ നിന്നവരെ ഒരിക്കലും ചതിക്കരുതെന്ന് പറഞ്ഞ് നന്ദൻ പ്രഭാവതിയെ തടയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.